ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. ചട്ടിക്കകത്താണ് ചിക്കൻ കറി വെക്കുന്നത്. അതിന് വേണ്ടി ചട്ടി ഞാൻ ഗ്യാസിലോട്ട് വെച്ചു. ഒരു 1.5 കിലോ ചിക്കനുണ്ട്. അതിന് വേണ്ടി സോമ്പ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ തക്കോലം. ഇത് 1 കിലോയ്ക്ക് 1 പൂവാ കണക്ക്. പിന്നെ ബിരിയാണി ഇല. ഞാനിവിടെ ഒരു 4 സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ച് വച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക്. ഇവിടെ ഞാൻ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അതിനകത്ത് ഇച്ചിരിയും കായപ്പൊടി ചേർക്കാൻ പോവുകയാണ്. കുറച്ച് കായപ്പൊടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം നമ്മൾ. ചട്ടിക്കകത്താകുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പൊടിച്ച പെരുജീരകവും തക്കോലും ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി അതിനകത്തോട്ടിട്ടു. അത് വന്നൊന്ന് ചതച്ചെടുത്തതേ ഉള്ളേ, എന്നാലും ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാമേ. ഇതിനകത്ത് ഞാനൊരു പഴുത്ത തക്കാളിക്ക കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റുക. എണ്ണ തെളിയുന്ന വരെ ഇത് നല്ലപോലെ വഴറ്റണം. അത് കഴിഞ്ഞേ നമ്മൾ ചിക്കൻ അതിനകത്ത് ഇടാവും. ഇതിനകത്ത് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇനി ഞാൻ അതിനകത്ത് ചിക്കൻ പീസസ് അങ്ങോട്ട് ഇടുവാണ്. അങ്ങോട്ട് ഇട്ടും വെച്ച് നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാനിവിടെ ചിക്കനെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാമേ. ഒത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ല, അതിനകത്തുനിന്ന് തന്നെ ഓൾറെഡി വെള്ളം വെളിയിൽ വരും. ആദ്യം ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇടണം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാക്കണം. ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ, അടിപൊളി. ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെ. നിങ്ങളും ഒന്ന് ചട്ടിക്കകത്ത് ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.